പുതിയ സാധനത്തിൽ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് ഇതോടെ ഒരു ക്യു ആർ കോഡ് നിർമ്മിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അപ്പോൾ നേരെ ഈ ക്യു ആർ കോഡ് മേക്ക് ചെയ്യാൻ നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ആവശ്യമുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ക്യു ആർ കോഡ് ജനറേറ്റർ ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ ഇവർ ആദ്യമായിട്ട് നമ്മൾ കുറേ ആദ്യമൊക്കെ ചോദിക്കും. ഇനിയും ഇതിലെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ടോ, അത് എന്തെങ്കിലുമൊക്കെ ലിങ്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ യൂറലാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊന്ന് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേറെ എന്ന് പറയുന്നത് ഡിസൈൻ എന്നൊരു ഓപ്ഷൻ. ഓക്കെ, ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈൻ എന്നൊരു ഓപ്ഷൻ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാറ്റേണുകൾ തിരഞ്ഞെടുക്കാം. ഓക്കെ, നല്ല പാറ്റേൺ തിരഞ്ഞെടുത്തു. ഇനി നമുക്ക് ബോർഡർ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇനി സെൻറ്ററും നമ്മളിപ്പം കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലോഗോയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യു ആർ കോഡ് ഇത്ര ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ലോഗോ എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള ലോഗോകൾ തിരഞ്ഞെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ യൂട്യൂബിൻ്റെ എടുത്തെങ്കിലും ഇതിൽ യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പം അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഗാലറിയിൽ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ അതെടുക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ട് നമ്മളിപ്പോൾ വാട്സാപ്പാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഇപ്പം വാട്സാപ്പ് നിങ്ങൾക്ക് വരുന്നത് കാണാം. ഇവിടെ ഫ്രെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രെയിം വരുമ്പോൾ നമുക്കിവിടെ പലതരം ഇതുണ്ട്. ഞാൻ മൊബൈലിൻ്റെ ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട ഇപ്പോൾ ഒരു മൊബൈലിൻ്റെ കൂട്ടായിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്യുമ്പോഴത്തേന് ഇപ്പോഴൊന്നും സേവ് ആവത്തില്ല. നിങ്ങൾ കുറേ വട്ടം സേവ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾ നേരെ ബാക്ക് അടിച്ച് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗ്യാലറിയിലോട്ടൊന്ന് കയറുക. ഞാൻ ഇപ്പം ഗാലറി കയറുമ്പോൾ നമുക്ക് മുകളിൽ സ്ക്രീൻഷോട്ട് എന്നൊരു ഓപ്ഷൻ വരും. ഓക്കെ, അവിടെ നമുക്ക് ഇനി ഇതൊന്ന് എഡിറ്റ് എന്നൊരു ഓപ്ഷനിൽ കയറാം. ഈ എഡിറ്റ് എന്നൊരു ഓപ്ഷനിൽ കയറിയിട്ട് നല്ല ഫിൽറ്റർ കൊടുത്തിട്ട് ഇതിന് ക്രോപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ക്രോപ്പ് ചെയ്തിട്ട് സേവ് കോപ്പി. ഓക്കെ, സേവ് കോപ്പി കൂടെ നമുക്കൊന്ന് സേവ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ചെയ്ത സാധനം ശരിയാണോ അതോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ബാക്ക് അടിച്ചിട്ട് ക്യു ആർ കോഡ് സ്കാൻ എന്നൊരു ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നല്ല മൊബൈലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കയറി വരും. ഇപ്പോൾ നമ്മുടെ ചെറിയ സെറ്റ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ചെറുതായിട്ടേ ലോഡിങ് എടുത്തുള്ളൂ. കുറച്ച് മിനിറ്റ് നമുക്ക് കാത്തിരിക്കണം. നമ്മളിപ്പോൾ ചെറിയ സെറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും താമസം എടുക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. നമുക്കിവിടെ സ്കാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ സ്കാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിനി ഇവിടെ ഇഷ്ടംപോലെ ഇതൊക്കെ കാണാം. നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ ഗാലറി എന്നൊരു ഓപ്ഷൻ കാണാമല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഗാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഏത് ഗാലറിയാണ് എടുത്തത് ആ ഗാലറിയിലോട്ടായിരിക്കും പോകുക. നിങ്ങളുടെ ഗാലറി ആദ്യമായിട്ട് അവർ നമുക്ക് ഏത് ഗാലറിയാണ് ആക്സസ് ഉണ്ട്. നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ച് ആ ഒരു ഭാഗം നമുക്ക് ഇതൊരു ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഓക്കെ ഒരു വൈബ്രേഷൻ ഇപ്പം അടിക്കും. നമ്മുടെ സാധനം സ്കാൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് യൂട്യൂബിൻ്റെ എന്ന് മനസ്സിലായിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ യൂട്യൂബിലോട്ടായിരിക്കും പോകും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കോ ഫേസ്ബുക്കിൽ ലിങ്കോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ച ആ ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത്